പാമ്പിനെ കണ്ടാൽ പേടിക്കുമെന്നും പറഞ്ഞിട്ട് ഹൃത്തിക്കിനെ കാണിച്ചാണ് കേട്ടോ. പക്ഷേ അവൻ പേടിച്ചില്ല, അവനെ അതെടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ശീലാന്തര അമ്പലത്തിലെ ഉത്സവമാണ്. ഉത്സവം അടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാനും സുധീഷേട്ടനും രഞ്ജിത്തണ്ണനൊക്കെ കൂടെ ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്താണ് ശീലാന്തര അമ്പലം. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതാണ് ശീലാന്തര അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു കരോക്കെ ഗാനമേള ഉണ്ടായിരുന്നു. പക്ഷേ കൈകൊട്ടിക്കളിയൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. നമ്മുടെ കുറച്ച് അടുത്തുള്ള ആൾക്കാരുടെ ആയിരുന്നു. കുറച്ചടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും സുധീഷ് ചേട്ടനും കൂടെ. പിന്നെ എൻ്റെ കൂട്ടുകാരി വർഷയെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളെ കുറേ നാളായി കണ്ടിട്ട്, വീടിനടുത്ത് തന്നെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയല്ലോ, അതുകൊണ്ട് തന്നെ അവളെയൊക്കെ കാണൽ കുറവാണ്. പിന്നെ നമ്മൾ കുടുംബത്തായിരുന്ന സമയത്ത് എപ്പോഴും കാണുമായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ വീട് മാറിയത് കൊണ്ട് തന്നെ അധികം കാണാനും പറ്റുന്നില്ല. അതെ, ഹൃത്തിക്കിൻ്റെയൊക്കെ ഓരോ മേട് കണ്ടോ, അവനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇളക്കി മറിച്ച് കേട്ടോ. പിന്നെ അത്യാവശ്യം പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. ഫസ്റ്റ് ഞാനും എൻ്റെ ചേട്ടന്മാരും കൂടെ ആണ് കളിക്കുന്നത്. പിന്നെയാണ് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ കളിക്കാനായിട്ട് ഇറങ്ങിയത്. സുധീഷ് ചേട്ടനാണ് എന്നെ ഏറ്റവും തള്ളി വിട്ടത് തന്നെ, കളിക്കെന്നും പറഞ്ഞു. അപ്പോൾ ഉത്സവം എല്ലാം അടിച്ചു പൊളിച്ചു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.